ഈ ലോകത്തെക്കുറിച്ച് മുഴുവനും നീ പഠിച്ചാൽ ഈ ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് നിനക്ക് മനസ്സിലാകും. അതാരാണെന്ന് പറഞ്ഞു തരണമെങ്കിൽ അവനെ അറിയുന്ന ഒരാൾ വേണം. ആ ആളെ അയച്ചു തന്നു അവൻ തന്നെ. ആ ആളാണ് നബിയുല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതന്മാരായി ഇവിടെ വന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണിയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ അയച്ച നേതാവാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ വേണ്ട പോലെ മനസ്സിലാക്കിയാൽ അല്ലാഹുവിനെ അറിയാം. അല്ലാഹുവിനെ അറിയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ട പോലെ അറിയണം. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അബ്ദുൽ ഖൈസിന്റെ സാർത്ഥവാഹക സംഘം വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ഗോത്രവുമായി യുദ്ധത്തിലുള്ള ആളുകൾ ഞങ്ങൾ വരുന്ന വഴിയിലുണ്ട്. യുദ്ധം നിഷിദ്ധമായ കാലത്ത് മാത്രമേ ഞങ്ങൾക്ക് വരാൻ കഴിയൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് അറിയിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറനാ ബി അർബഇൻ വനഹാനാ ബി അർബഇൻ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ നിവേദനം വന്നിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു, 4 കാര്യങ്ങൾ ഞങ്ങളെ വിലക്കി. ആ 4 കാര്യങ്ങളിൽ ഒന്ന്, അമറനാ ബിൽ ഈമാനി ബില്ലാഹി വഹ്ദാ, ഏകനായ അല്ലാഹുവിനെ അല്ലാതെ ഏകനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് വിശ്വസിക്കണം എന്നതാണ് ഒന്നാമതായി ഞങ്ങളോട് കൽപ്പിച്ചത്. ആ കൽപ്പന വന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, അത്തദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോഴവര് പറഞ്ഞ മറുപടി, ഞങ്ങൾക്കറിയില്ല, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും നന്നായി അറിയാം. അവിടെ അല്ലാഹ്ക്കറിയാമെന്ന് പറഞ്ഞാൽ പോരേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയിട്ടില്ല. ആ വിഷയം ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണെന്നും വിശ്വസിക്കുന്നതിനാണ് അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുക. അല്ലാഹു ഏകനാണെന്ന് പറയല് മാത്രല്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണ്. ഇത് രണ്ടും ചേർത്ത് വിശ്വസിക്കുമ്പോഴാണ് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാവുക. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ AD 571 ഉദയം ചെയ്ത് മക്കയിൽ പിറന്നു വീണ് അവിടെയുള്ള ജനങ്ങളോട് 40-ാമത്തെ വയസ്സിൽ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാകുന്നു എന്ന്.
ഞാൻ അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വസ്തുതാപരമായി ചിന്തിച്ചാൽ അത് നിഷേധിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 കൊല്ലം അവരുടെ ഇടയിൽ ജീവിച്ചു, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. ലബിസ്തു ഫീകും ഉമറൻ മിൻ സിനീൻ, 40 കൊല്ലത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത ഒരാൾ ഈ 40ാമത്തെ വയസ്സിൽ വളരെ വലിയ ഒരു കളവ് പറയുമോ? പറയാൻ സാധ്യമില്ല. രണ്ടാമതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുമ്പിലേക്ക് പരിശുദ്ധമായ ഖുർആൻ എന്ന മഹത്തായ വേദം അവതരിപ്പിച്ചു. ആ വേദത്തിന് ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു ഉറവിടമല്ലാതെ ഈ ലോകത്തിന്റെ ഉള്ളിലുള്ള ഒരു ഉറവിടവും കണ്ടെത്താൻ അവിടെയുള്ളവർക്ക് കഴിഞ്ഞില്ല. അല്ലാഹു ഉണ്ട്, അവൻ എന്നെ നിയോഗിച്ചു. അതിനുള്ള ഒരു തെളിവെന്താണ്? അവൻ എനിക്കൊരു കിതാബ് നൽകിയിട്ടുണ്ട്. ആ കിതാബ് ജനങ്ങളുടെ മുമ്പിൽ ഓതിക്കൊടുത്തപ്പോൾ ഇത് ലോകത്തൊരു മനുഷ്യന് എഴുതിയുണ്ടാക്കാൻ പറ്റുന്നതല്ല എന്നവർക്ക് മുഴുവനും ബോധ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അറബുൽ അറബാ, അറബി ഭാഷയിൽ അഗ്രേസരന്മാരായ ആളുകൾ, അതിനു മുമ്പോ പിമ്പോ അത്രയും വലിയ അറബി സാഹിത്യ സമൂഹം ഉണ്ടായിട്ടില്ല. അത്രയും വലിയ അറബ് സാമ്രാട്ടുക്കളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. ഇത് എങ്ങനെ നോക്കിയാലും ഈ ലോകത്തൊരാൾക്ക് എഴുതി ഉണ്ടാക്കാൻ സാധ്യമല്ല. വിശേഷിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യമല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ല, ഒരു കോളേജിലും പഠിച്ചിട്ടില്ല, ഒരു അധ്യാപകന്റെ അടുക്കലും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദിച്ചു, എന്നെ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. ശരി, 40 കൊല്ലത്തിനിടയിൽ ഒരു ചെറിയ കളവ് പോലും പറയാത്ത ആൾ ഇങ്ങനെ വലിയ ഒരു കളവ് പറയുമോ? ഇല്ല. എന്നാലും ഉണ്ടല്ലോ വല്ല തെളിവും. അതേ, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഗ്രന്ഥം. ഉമറുൽ ഖാദി തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അഹബബതു ഉമ്മിയൻ യകൂനു അലീമാ ഇൽമൻ യഫൂഖുൽ ഖാരിഈന യതീമാ. അഹബബതു ഉമ്മിയൻ, വ്യവസ്ഥാപിതമായി ഒരു അധ്യാപകന്റെ അടുക്കൽ നിന്ന് അറിവ് ആർജിച്ചിട്ടില്ലാത്ത ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. യകൂനു അലീമാ, അവിടുന്ന് വിജ്ഞാനത്തിന്റെ ലോകം മുഴുവനും കീഴടക്കിപ്പോയി. ഇൽമൻ യഫൂഖുൽ ഖാരിഈന, വായിച്ചു പഠിച്ചവരുടെ വിവരത്തെ മുഴുവനും മറികടന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വായിച്ചു പഠിച്ചാൽ ഇത്ര പേജ് പഠിച്ചു എന്ന് പറയാൻ പറ്റും. ഇത് വായിച്ചു പഠിച്ച ആളല്ല. ടെക്സ്റ്റ് പഠിച്ചാൽ ഇത്ര ടെക്സ്റ്റ് പഠിച്ചു എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന് ടെക്സ്റ്റ് ഇല്ല. وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. وعلمك ما لم تكن تعلم. അല്ലയോ അല്ലാഹുവിന്റെ ഹബീബേ, അവിടത്തേക്ക് നമ്മൾ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. മാലം തകുൻ തഅലം, തങ്ങൾക്കറിയാത്തതെല്ലാം നമ്മൾ നേരിട്ട് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. വകാന ഫളലുല്ലാഹി അലൈക അളീമാ,
എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല തങ്ങൾക്ക് ചെയ്തു തന്നത്. അപ്പോൾ തങ്ങളുടെ അറിവിനെ പേജ് കൊണ്ടോ വാള്യം കൊണ്ടോ കോഴ്സ് കൊണ്ടോ ഒന്നും അളക്കാൻ പറ്റുന്ന വിജ്ഞാനമല്ല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇൽമൻ യഫൂഖുൽ ഖാരിഈന, വായിച്ചു പഠിച്ചവരുടെ മുഴുവൻ അറിവിനെയും മറികടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിച്ചു പഠിച്ചതല്ല, അക്ഷരങ്ങൾക്കപ്പുറത്തു നിന്ന് പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന് അക്ഷരങ്ങളുടെ പരിമിതിയില്ല, ഭാഷയുടെ പരിമിതിയില്ല, ഗ്രന്ഥത്തിന്റെ പരിമിതിയില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഖുർആൻ ഇത് ഇന്നയാളുടെ ബുക്കും എടുത്തു വന്നതാണ് എന്ന് പറയാൻ ലോകത്തൊരാൾക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹു മൗജൂദുൻ എന്ന് പറഞ്ഞു തന്നത്. അവനെക്കുറിച്ച് പറഞ്ഞു തന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് മണിക്കൂർ വേണം പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങൾ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ ദൂതനാണെന്ന് വാദിച്ചു. ആ വാദത്തെ ഗണ്ണിക്കാൻ, അടിസ്ഥാനപരമായി ഗണ്ണിക്കാൻ ഒരാൾക്കും സാധിച്ചില്ല. ആക്ഷേപിക്കാൻ ആർക്കും കഴിയും. ആ ഇടയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഇനെ കുറിച്ച് പറഞ്ഞത്. ഇസ്രാഇനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ഞാൻ ഇന്നലെ രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിൽ പോയിട്ട് വരികയാണ് എന്ന് പറഞ്ഞു. ഈ പ്രവാചകനെ ഒന്ന് പരാജയപ്പെടുത്താൻ നല്ലൊരു അവസരമാണ്. ഒരു രാത്രിയുടെ ഉള്ളിൽ ഇങ്ങനെ പോയിട്ട് വരേ, അത് സാധ്യമല്ല, സാധാരണയിൽ സാധ്യമല്ല. എന്നാൽ ഇന്നു തന്നെ ആവട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാദത്തെ നമുക്കൊന്ന് ഗണ്ണിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിൽ ജനിച്ചു വളർന്ന് ജീവിച്ച ആളാ. അതുകൊണ്ട് ഇന്നേ വരെ ശാരീരികമായ ഒരു യാത്ര ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല എന്നവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ചോദിക്കാൻ എളുപ്പമാണ്. അതേ സമയത്ത് മക്കക്കാരോ സാധാരണ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലൂടെ പോയ ഒരുപാട് ആളുകൾ ഉണ്ട്. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് നന്നായിട്ട് അറിയാം. അവര് ചോദ്യങ്ങൾ ചോദിച്ചു, അല്ല ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിൽ എവിടെ, ജനൽ എവിടെ? അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇന്നയിടത്താണ് അതിന്റെ ഇന്ന വാതില്, എല്ലാം എണ്ണി എണ്ണി അങ്ങ് പറഞ്ഞു കൊടുത്തു. അവസാനം അവര് ചോദിച്ചു, നമ്മുടെ മക്കക്കാരായ ഒരു യാത്രാ സംഘമുണ്ടല്ലോ, അവരെവിടെ എത്തിയിട്ടുണ്ട്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർക്ക് അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാദത്തെയും ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മോട് വന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ. ആ പ്രവാചകരാണ് അല്ലാഹുവിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ നമ്മൾ വസ്തുതാപരമായി ഈമാൻ കാര്യങ്ങൾ പഠിച്ചാൽ ഒരൊറ്റ യുക്തിവാദിയുടെയും വാദത്തിന് നിലനിൽപ്പില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ് എന്നത് വാദമാണ്. ആ വാദത്തിന് തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ തെളിവുകളെ ഗണ്ണിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഒരധ്യാപകന്റെ അടുക്കലും പോയി പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ഇത്രയും കാലത്തെ മറികടക്കുന്ന വിജ്ഞാനം എവിടുന്ന് കൊണ്ടുവന്നു? സംവാദങ്ങളെ എങ്ങനെ നേരിട്ടു? ഓരോന്നോരോന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാദം ശരിയാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ മാത്രമേ കഴിയൂ.
അല്ലാതെ നിരാകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ പുതിയ തലമുറ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, പരിശുദ്ധമായ ഖുർആനെ കുറിച്ചുള്ള വിശ്വാസം, ഇതെല്ലാം കൃത്യമായി നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പിന്നീട് ഖുർആനെതിരെ പല ആളുകളും പല വിമർശനങ്ങളും പറയും. ആ വിമർശനങ്ങളുടെ മുഴുവനും അടിസ്ഥാനം എന്താണ്? അവര് ഖുർആൻ പഠിക്കേണ്ട പോലെ പഠിച്ചിട്ടില്ല. കുറെ ആളുകളും ഖുർആനിനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്നത് പരിഭാഷകളാണ്, ഖുർആനിന്റെ ട്രാൻസ്ലേഷനുകളാണ്. പരിഭാഷകൾ ഖുർആനിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ പറ്റിയതല്ല. പരിഭാഷ പഠിച്ചാൽ ഖുർആൻ പഠിക്കാൻ കഴിയൂല. അതിന് ഉദാഹരണം പറഞ്ഞാൽ എന്റെ സമയം നീണ്ടുപോകും. ചെറിയൊരു ഉദാഹരണം പറയാം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ അധ്യായമാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ. അതിന്റെ ഒരു പരിഭാഷ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. പല പരിഭാഷകളുണ്ട്. അതിൽ ഒരു പരിഭാഷ വായിച്ചാൽ സാധാരണ എല്ലാ പരിഭാഷകളുടെയും ഒരടിസ്ഥാന സ്വഭാവം അതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്തിന്റെ പരിഭാഷ നമ്മളൊന്ന് വായിച്ചാൽ നിനക്ക് നാം ധാരാളം നന്മ നൽകിയിരിക്കുന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിനക്ക് നാം ധാരാളം നന്മ നൽകിയിരിക്കുന്നു. എന്ത്? ഫസല്ലി ലിറബ്ബിക വൻഹർ, അതിനാൽ നീ നിന്റെ നാഥന് നമസ്കരിക്കുക, അവന് ബലിയർപ്പിക്കുക. ഇന്ന ശാനിയക ഹുൽ അബ്തർ, നിശ്ചയം നിന്നോട് ശത്രുത പുലർത്തുന്നവൻ തന്നെയാണ് വാലറ്റവൻ. ഈ 3 ആയത്ത് മനസ്സിലാക്കിയാൽ എന്താണ് ഒരു ആശയം കിട്ടുക? ഓരോ പരിഭാഷന്റെ അവസ്ഥ ഇതാണ്. അതേ സമയത്ത് ഈ ആയത്തിനെ ശരിയായ പരിസരത്ത് നിന്ന് നമ്മൾ പഠിച്ചാൽ എങ്ങനെയാണ് അതിന്റെ അർത്ഥം? ഞാൻ അതുകൂടി പറയാം. അപ്പോഴാണ് ഈ പരിഭാഷ വായിച്ചാലുള്ള കുറവും കാര്യം പഠിച്ചാലുള്ള വ്യത്യാസവും മനസ്സിലാവുക. ലളിതമായി ഞാൻ പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ ആൺമക്കളെല്ലാം കുഞ്ഞു പ്രായത്തിലെ വഫാത്തായി പോയപ്പോൾ മക്കയിലെ ചില ആളുകൾ, ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ പറയാൻ തുടങ്ങി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരമ്പരയില്ല, മക്കൾ പരമ്പരയില്ലാത്ത ആളാണ് എന്ന് ആസ് ഇബ്നു വാഇൽ എന്ന് പറയുന്ന ഒരാൾ ആക്ഷേപം പറയാൻ തുടങ്ങി. ആ മക്കളൊക്കെ മരിച്ചു പോവാണല്ലോ, ഇനി പരമ്പര മുറിഞ്ഞ ആളാണ് എന്നിങ്ങനെ ആക്ഷേപം പറയാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വലിയ വിഷമായി. തങ്ങൾക്ക് വിഷമായാൽ അല്ലാഹു തആല ഉടനെ തങ്ങളെ ആശ്വസിപ്പിക്കും. അത്രയും വലിയ ഇഷ്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അധ്യായമാണിത്. തങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ ചിത്രം മനസ്സിലേക്ക് വരുമ്പോഴാണ് ഈ സൂറത്തിന്റെ പ്രാധാന്യം മനസ്സിലാവുക. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങൾക്ക് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുകയാണ്. അതിൽ ഒരനുഗ്രഹമാണ് നാളെ അവിടുത്തെ അനുയായികൾക്ക് പരലോകത്ത് കൊടുക്കുന്ന അൽ കൗസർ എന്ന തീർത്ഥം. അതാണ് അതിന്റെ ഒരു ആശയം. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങളെ നിനക്ക് എന്നുള്ള മലയാളക്കാരൻ പരിഭാഷ എഴുതിയതാണ്, അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പദവി നൽകിയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഇന്നാ അഅ്തൈനാക, തങ്ങൾക്ക് നാം നൽകിയിരിക്കുകയാണ് അൽ കൗസർ, ഒരുപാട് അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകി. അതിൽ ഒരു അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്വഭാവമുണ്ട്.
എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ അതിന് നന്ദി ചെയ്യും. മനുഷ്യന്മാരാണ് ഉപകാരം ചെയ്യുന്നതെങ്കിൽ പ്രത്യുപകാരം ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ എന്തിനാണ് തങ്ങളെ ഈ രാത്രിയിൽ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ. അപ്പോ അല്ലാഹു തആല ഇത്രയും അനുഗ്രഹം ചെയ്തപ്പോ അല്ലാഹുവേ നിനക്കെന്ത് നന്ദിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അവിടുത്തെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം അല്ലാഹു അപ്പോൾ കൊടുക്കുകയാണ്, ഫസല്ലി ലിറബ്ബിക വൻഹർ. തങ്ങൾ അവിടുത്തെ മനസ്സിങ്ങനെ ശുക്ർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ നിസ്കരിക്കുകയും ബലിദാനം നടത്തുകയും ചെയ്തു കൊള്ളുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല കാരക്കയും ഇളം കക്കരിക്കയും കൊണ്ടുവന്ന് സമ്മാനം കൊടുത്തു. അപ്പൊ അവിടെ തങ്ങളുടെ മുമ്പിൽ ആരോ കൊണ്ടുവന്ന് സമ്മാനം കൊടുത്ത സ്വർണമുണ്ടായിരുന്നു. അത് വാരി തിരിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് തങ്ങളെങ്ങനെയാണ് മനുഷ്യരോട് നന്ദി ചെയ്യും, സ്രഷ്ടാവായ അള്ളാഹുവിന് നന്ദി ചെയ്യും. അപ്പൊ നന്ദി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം മനസ്സിലുണ്ട്. അതിന്റെ മറുപടിയാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ. അപ്പോഴും തങ്ങളുടെ മനസ്സിൽ വേറൊരു ചോദ്യം ബാക്കിയുണ്ട്. എന്നെ ആക്ഷേപിച്ചവനെ കുറിച്ച് അല്ലാഹുവേ നിന്റെ തീരുമാനം എന്താണ്? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന ശാനിഅക, തങ്ങളെ ആക്ഷേപിച്ചവന്റെ അവസ്ഥ നിശ്ചയമായും ഹുവൽ അബ്തറൂ, അവന് പരമ്പരയില്ല നബിയേ, അവന്റെ പരമ്പര ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. തങ്ങൾക്ക് പരമ്പരയുണ്ട്. ഇല്ലാ നസബി വസബബി, ആ പരമ്പരയാണ് ഇന്നിവിടെ ഈ വേദിയിൽ ഒരു സയ്യിദ് ദുആ ചെയ്യാൻ എത്തിയിരിക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയാണ്. പരമ്പര മുറിഞ്ഞിട്ടില്ല. ഹസനൈനിലൂടെയുണ്ട്, അവിടുത്തെ ആലുബൈത്തിലൂടെയുണ്ട്, അവിടുത്തെ അഹ്ലുബൈത്തിലൂടെയുണ്ട്. പരമ്പരകൾ മുറിഞ്ഞിട്ടില്ല. ഖുറൈശ് വംശത്തിൽ നിന്ന് നോക്കിയാൽ ബനൂ ഹാഷിമിന്റെയും ബനുൽ മുത്തലിബിന്റെയും പരമ്പരകൾ അഹ്ലുബൈത്തിന്റെ വ്യാപകാർത്ഥത്തിലുള്ള പരമ്പരയാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ ഖുറൈശിയാണ്, മുത്തലിബിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകനല്ല, ആ പരമ്പരയിൽ വന്ന വ്യക്തിയല്ല, അഹ്ലുബൈത്താണ്. പക്ഷേ അവിടുത്തെ ഹഫീദല്ല. രണ്ട് നിലയിലും ഇവിടെ പരമ്പര നിലനിൽക്കുന്നുണ്ട്. ബനൂ ഹാഷിമിലൂടെയും ബനുൽ മുത്തലിബിലൂടെയും ഔലാദുൽ ഹസനൈനിലൂടെയും ഇവിടെ മക്കൾ നിലനിൽക്കുന്നുണ്ട്. ഈ പരമ്പര മുറിയൂല. ഇല്ലാ സബബി വനസബി. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇന്നാഅത്വൈനാകൽ കൗസറിന്റെ പരിഭാഷ വായിച്ചാൽ ഖുർആനിനെ എങ്ങനെ മനസ്സിലായി? അതേ സമയത്ത് അതിന്റെ വ്യാഖ്യാനപൂർവ്വം ഉസ്താദുമാര് പറഞ്ഞു തന്ന പോലെ ഞാൻ പ്രാഥമികമായി ഒന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വ്യത്യാസം ഒന്ന് പഠിച്ചു നോക്ക്. ഇത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന ഒരായത്തിന് അൽ കൗസർ എന്നതിന് എത്രയെത്ര വ്യാഖ്യാനമാണ് നൽകിയത്. അതിലൊരു വ്യാഖ്യാനമാണ് തങ്ങളെ തങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയില്ലേ, അതിൽ ഒരനുഗ്രഹമാണ് അവിടുത്തെ ഫാത്തിമ മോളുടെ മക്കൾ എന്ന് കാണാം ഒരു വ്യാഖ്യാനം. അതിലുള്ള ഒരനുഗ്രഹമാണ് അവിടുത്തെ ശരീഅത്ത് എന്നൊരു വേറൊരു വ്യാഖ്യാനം. അങ്ങനെ വന്നാൽ ഈ ഇന്നാഅത്വൈനാകൽ കൗസറിന്റെ വിശദീകരണം എത്ര വലുതാണ്. ഈ പരിഭാഷ വായിക്കുന്നവർ ഖുർആനിനെ അറിയുന്നില്ല, ചിലപ്പോൾ തെറ്റായി മനസ്സിലായി പോവുകയാണ്. അത് മാത്രം ഒരു വിഷയം വേറെ പറയേണ്ടതാണ്. പരിഭാഷകളിലൂടെ ഖുർആനിനെ സമീപിച്ചപ്പോഴാണ് പലരും ഖുർആനിനെ തെറ്റിദ്ധരിച്ചത്. ഈ വിമർശകന്മാരെ മുഴുവനും അവലംബിച്ചത് പരിഭാഷകളാണ്. വേണ്ട പോലെ പഠിച്ചാൽ ഹുദല്ലിൽ മുത്തഖീൻ. അല്ലാഹു തആല
മാർഗദർശനമായി വെച്ചതാണ്. ഹുദല്ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യകുലത്തിന് മുഴുവനും ഇത് മാതൃകയാണ്, മാർഗദർശനമാണ്. അല്ലാഹു തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ കുടുംബത്തെ ഇഷ്ടപ്പെടാൻ, ശരിയായ അഖീദയിൽ ഉറച്ചു നിൽക്കാൻ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി തൗഹീദിന്റെ മാധുര്യം